റബ്ബർ, കാപ്പി, ഏലം എന്നിവയ്ക്കായുള്ള പുനരുജ്ജീവന പദ്ധതികൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരുന്നത് വ്യവസായ വകുപ്പിൽ ഡെപ്യൂട്ടി ഡയറക്ടറും കേര പദ്ധതിയുടെ പ്ലാന്റേഷൻ സ്പെഷ്യലിസ്റ്റുമായ ശ്രീ അഞ്ജിത് RS ആണ്. കേര പദ്ധതി വേൾഡ് ബാങ്ക് സഹായത്തോടുകൂടി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. 2365 കോടി രൂപയുടെ പദ്ധതിയാണ്. ഇതിൽ കേരള കാലാവസ്ഥ അതിജീവന കാർഷിക മൂല്യവർദ്ധക വിപണന ശൃംഖല നവീകരണ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത്. കാലാവസ്ഥാ വ്യതിയാനങ്ങളെ ചെറുക്കുന്ന രീതിയിലുള്ള കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ കാലാവസ്ഥാ അതിജീവന ശേഷിയുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ കർഷകർക്ക് ലഭ്യമാക്കിക്കൊണ്ട് കൃഷിയിൽ കൂടുതൽ വരുമാനം നേടുക, അതുപോലെ തന്നെ പ്രൊഡക്ഷൻ കൂടുതലായിട്ട് ലഭ്യമാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. കർഷകർക്ക് ആവശ്യമായിട്ടുള്ള വായ്പാ സഹായങ്ങൾ കൂടെ ലഭ്യമാക്കുക എന്നുള്ളത് കൂടെ നമ്മുടെ ഒരു ലക്ഷ്യമാണ്. അപ്പോൾ ഇതിൽ പല പദ്ധതികൾ ഉൾപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും വരുന്നത് സംസ്ഥാനത്തുള്ള തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള 3 വൃക്ഷ വിളകളുടെ പുനരുജ്ജീവനമാണ്. റബ്ബർ, കാപ്പി, ഏലം എന്നീ വിളകളാണ് നമ്മൾ കേര പദ്ധതിയുടെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. ഇത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള 3 വിളകളാണ്. അതിൽ റബ്ബർ അതിൻ്റെ പുനരുജ്ജീവനത്തിൻ്റെ ഭാഗമായിട്ട് പുനർനടിയിൽ ധനസഹായമാണ് നമ്മൾ ഇതിൽ പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അതായത് കേരളത്തിലെ ഇപ്പോഴത്തെ സ്ഥിതി അനുസരിച്ച് റബ്ബർ മാർക്കറ്റിലെ വളരെയധികം താഴ്ന്നു നിൽക്കുന്ന ഒരു സമയമാണ്. ഉൽപ്പാദനം വളരെ കുറഞ്ഞു നിൽക്കുന്ന സമയമാണ്. അപ്പോൾ ഈ ഉൽപ്പാദന ക്ഷമത കൂട്ടുന്നതിന് വേണ്ടിയിട്ട് കർഷകർക്ക് ധനസഹായം നൽകിക്കൊണ്ട് റബ്ബറിൻ്റെ പുനർനടിയിൽ നടപ്പിലാക്കിക്കൊണ്ട് കൂടുതൽ ഉൽപ്പാദനം അല്ലെങ്കിൽ വരുമാനം കർഷകർക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ 5 ഹെക്ടർ വരെ വരുന്ന കർഷകർക്കാണ് ഇതിൻ്റെ പ്രധാനമായിട്ടും ധനസഹായം ലഭ്യമാക്കാൻ ഉദ്ദേശിക്കുന്നത്. ചെറുകിട നാമമാത്ര കർഷകർക്കാണ് കേര പദ്ധതിയിൽ മുൻതൂക്കം നൽകുന്നത്. 75,000 രൂപ ഒരു ഹെക്ടറിന് നമ്മൾ ധനസഹായം ലഭ്യമാക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്നത് കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ നമ്മൾ റബ്ബർ ബോർഡിൻ്റെ റിസർച്ച് സെൻറ്ററുകളിൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. 20 വർഷം കൊണ്ടാണ് നമ്മൾ ഓരോ തൈകളും അല്ലെങ്കിൽ ഓരോ വിത്തിനങ്ങളും നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. ആ തൈകൾ നമ്മൾ കേര പദ്ധതിയിലൂടെ കർഷകർക്ക് ലഭ്യമാക്കുകയാണ് ചെയ്യുക. അതോടൊപ്പം തന്നെ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള എല്ലാവിധ ട്രെയിനിങ്ങുകളും, എങ്ങനെ റബ്ബർ നടാം, ഏതൊക്കെ അളവുകളിലാണ് അല്ലെങ്കിൽ ഇടവേളകളിലാണ് നമ്മൾ തൈകൾ നടേണ്ടത്. റബ്ബർ ബോർഡ് തന്നെയാണ് നമ്മുടെ രാജ്യത്ത് റബ്ബറിൻ്റെ ശാസ്ത്ര സാങ്കേതികമായിട്ടുള്ള പിന്തുണകളെല്ലാം തന്നെ നൽകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റബ്ബർ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട ഒരു പാർട്ണറായിട്ട് നമ്മൾ റബ്ബർ ബോർഡിനെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റബ്ബർ ബോർഡിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ ട്രെയിനിങ്ങുകളെല്ലാം തന്നെ നടത്തുന്നത്. അപ്പോൾ കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള സഹായങ്ങൾ ട്രെയിനിങ്ങുകൾ വഴി നടപ്പിലാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ റബ്ബർ ബോർഡിൻ്റെ കണക്ക് പ്രകാരം 1 സെൻറ്റിൽ 2 റബ്ബർ തൈകളാണ് വയ്ക്കാവുന്നത്. കർഷകർക്ക് ട്രെയിനിങ് നടത്താൻ പോകുമ്പോൾ കർഷകർക്ക് ഈ കാര്യങ്ങളൊന്നും തന്നെ അറിയത്തില്ല. കർഷകർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ അച്ഛനും നമ്മുടെ അപ്പൂപ്പനും എല്ലാം റബ്ബർ കൃഷികൾ ചെയ്ത് പരിശീലനം കൊണ്ട് വളരെയധികം ഉൽപ്പാദനം നേടിയിട്ടുണ്ട് എന്നിരുന്നെങ്കിൽ പോലും നമുക്ക് 1 സെൻറ്റിൽ എത്ര തൈകൾ വയ്ക്കാം, ശാസ്ത്രീയമായിട്ടുള്ള കൃഷിരീതി എങ്ങനെയാണ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയില്ല. കർഷകൻ നേരിട്ട് ഒരു JCB ഡ്രൈവർ അടുത്ത് പോയി ചെന്ന് എൻ്റെ തോട്ടത്തിൽ റീപ്ലാന്റേഷൻ ചെയ്യണം അല്ലെങ്കിൽ പുനർനടിയിൽ നടത്തണം എന്ന് പറയുമ്പോൾ അദ്ദേഹം നിലവിൽ റബ്ബർ തൈകൾ അവിടെ ഉണ്ടെങ്കിൽ അത് മൊത്തത്തിൽ പിഴുതു മാറ്റിക്കൊണ്ട് കൃത്യമായിട്ട് കുഴികളെടുത്ത് ലെവൽ ചെയ്ത് അതെല്ലാം ചെയ്യും. പക്ഷേ എത്ര അളവുകളിലാണ് ഈ കുഴികൾ എടുക്കേണ്ടത്, എത്ര ലെവലിലാണ് എടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ 1 സെൻറ്റിൽ 2 തൈകൾ എന്ന് പറയുമ്പോൾ നമുക്കൊരു ഹെക്ടറിൽ 450 മുതൽ 550 തൈകൾ വരെയാണ്. ആവറേജ് ഒരു 500 തൈകൾ എന്നുള്ള കണക്കിലാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതിൽ കൂടുതലായി കഴിഞ്ഞാൽ കർഷകന് കിട്ടുന്ന വിളവുകൾ വരുന്ന വർഷങ്ങളിൽ വളരെയധികം കുറയും. അപ്പോൾ നമ്മൾ നടിയിൽ മുതൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ ശ്രദ്ധിക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്തൊക്കെ അടിവളങ്ങൾ ഉപയോഗിക്കാം, രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ പെസ്റ്റിസൈഡ്സ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരങ്ങൾ നമ്മൾ കർഷകർക്ക് കൊടുത്തുകൊണ്ടാണ് പുനർനടിയിലോട്ട് അവരെ കൊണ്ടുവരിക. അതിനു പുറമെ നമ്മൾ ഒരു ഹെക്ടറിന് 75,000 രൂപയാണ് നമ്മൾ ഗ്രാൻഡായിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇത് 2 വർഷങ്ങളിലായിട്ടായിരിക്കും കൊടുക്കുക. നമ്മുടെ കേര പദ്ധതിയുടെ കാലാവധി 2025 മുതൽ 2029 നവംബർ വരെയാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ റബ്ബറിൻ്റെ റീപ്ലാന്റേഷൻ ഗ്രാൻറ്റുകൾ കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം 3000-ഓളം കർഷകർക്ക് അതിൻ്റെ ആനുകൂല്യം ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി കുറച്ച് അപേക്ഷകൾ കൂടെ നമ്മൾ ഈ വർഷം കൊടുക്കാനുണ്ട്. ഈ വർഷത്തെ അപേക്ഷകൾ നമ്മൾ സ്വീകരിച്ച് തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ 6 ജില്ലകളിലായിരുന്നു നമ്മൾ റീപ്ലാന്റേഷൻ ഗ്രാൻറ്റ് കൊടുത്തിരുന്നത്. തിരുവനന്തപുരം, പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, മലപ്പുറം, കണ്ണൂർ എന്നീ ജില്ലകളിലാണ് കൊടുത്തിരുന്നത്.
ഈ വർഷം മുതൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ റബ്ബറിന് വേണ്ടിയിട്ടുള്ള റീപ്ലാന്റേഷൻ ഗ്രാൻറ്റുകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് കർഷകർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ കൈത്താങ്ങ് സഹായങ്ങളും, കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക, അവർക്ക് ആവശ്യമായിട്ടുള്ള അപേക്ഷകൾ ചെയ്തു കൊടുക്കുക, അവരുടെ ഫീൽഡുകൾ പോയി ഫിസിക്കൽ വെരിഫിക്കേഷൻ ചെയ്യുക എന്നീ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കേര ഫീൽഡ് ഓഫീസർമാർ എന്ന് പറയുന്ന BSc അഗ്രികൾച്ചർ കഴിഞ്ഞിട്ടുള്ള ഡിഗ്രി ഹോൾഡേഴ്സിനെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. നിലവിൽ 6 ജില്ലകളിലായിട്ട് 31 പേരെ നമ്മൾ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ മുഖാന്തരമായിരിക്കും നമ്മൾ കർഷകരെ സമീപിക്കുകയും കർഷകർക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും ഈ ഗ്രാൻറ്റുകൾ വിതരണം ചെയ്യുകയും ചെയ്യുക. അപേക്ഷകൾ സമർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കെൽട്രോണിൻ്റെ സഹായത്തോടു കൂടി നമ്മളൊരു പോർട്ടൽ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. കേര പ്ലാന്റേഷൻ പോർട്ടൽ എന്നാണ് അത് അറിയപ്പെടുക. ആ പോർട്ടലിലേക്ക് കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. അദ്ദേഹത്തിൻ്റെ പേര്, അഡ്രസ്സ്, മൊബൈൽ നമ്പർ, ആധാർ നമ്പർ മാൻഡേറ്ററി അല്ല, എന്നിരുന്നാലും അഡ്രസ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ, എവിടെയാണോ അദ്ദേഹത്തിന് ട്രെയിനിങ് വേണ്ടത് ആ വില്ലേജ് കൂടെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തെ ആ വില്ലേജിലേക്ക് ട്രെയിനിങ്ങിനേക്ക് വേണ്ടി ക്ഷണിക്കുകയും ട്രെയിനിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമായിരിക്കും കർഷകർക്ക് അപേക്ഷ വയ്ക്കാൻ കഴിയുക. അത് പ്രത്യേകിച്ച് വേൾഡ് ബാങ്കിൻ്റെ നിഷ്കർഷയുണ്ട്. കൃത്യമായിട്ടും സാങ്കേതികമായിട്ടുള്ള ട്രെയിനിങ്ങുകൾ കഴിഞ്ഞ ശേഷം മാത്രം കർഷകർ പുനർനടിയിലേക്ക് വേണ്ടി പോവുക എന്നുള്ള ഒരു നിയന്ത്രണം ഇതിലുണ്ട്. അതുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കുന്നത് പുനർനടിയിലിന് മുന്നേ തന്നെ നമുക്ക് ട്രെയിനിങ് കഴിഞ്ഞാൽ മാത്രമേ പറ്റത്തുള്ളൂ. ഇങ്ങനെ അപേക്ഷിക്കുന്നവർക്ക് 75,000 രൂപ ഗ്രാൻഡ് നമുക്ക് കൊടുക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ പരമാവധി 2 ഹെക്ടർ വരെയുള്ള അപേക്ഷകളായിരിക്കും നമ്മൾ ഇതിൽ പരിഗണിക്കുക. 5 ഹെക്ടർ വരെയുള്ള റബ്ബർ കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. 2 ഹെക്ടർ വരെ ആയിട്ട് നമ്മുടെ ഗ്രാൻറ്റുകൾ ചുരുക്കിയിട്ടുണ്ട്. അതായത് ഒരു കർഷകന് 2 ഹെക്ടർ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപ ഗ്രാൻഡ് ലഭിക്കും. റബ്ബർ നഴ്സറികൾക്കുള്ള ഒരു സ്കീം കൂടെ നമ്മൾ കേരളയിൽ നടപ്പിലാക്കുന്നുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാലാവസ്ഥാ വ്യതിയാനം അതിജീവിക്കുന്ന തരത്തിലുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനും അത്യുൽപാദന ശേഷിയുള്ള തൈകളുടെ ലഭ്യത ഉറപ്പുവരുത്തുന്നതിനും വേണ്ടിയിട്ടാണ് റബ്ബർ നഴ്സറികൾ ചെയ്യുന്ന കർഷകർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന്, അതായത് അദ്ദേഹത്തിന് ഒരു സ്റ്റോർ റൂം വേണം, അല്ലെങ്കിൽ ഒരു ഓഫീസ് റൂം വേണം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു പോളി ഹൗസ് വേണം. അപ്പോൾ ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം മുടക്കുന്ന തുകയുടെ 75% വരെ നമുക്ക് ഗ്രാൻഡ് കൊടുക്കാൻ പറ്റും. പരമാവധി 6 ലക്ഷം രൂപ വരെ നമുക്ക് ഗ്രാൻഡ് കൊടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു 30ഓളം നഴ്സറികൾക്ക് 6 ലക്ഷം രൂപ ഗ്രാൻഡ് വെച്ച് 180 ലക്ഷം രൂപയാണ് നമ്മൾ ഈ പദ്ധതിയുടെ വിഹിതമായിട്ട് നിലവിൽ നടപ്പിലാക്കി വരുന്നത്. ഇനി അധിക സഹായമായിട്ട് നമ്മൾ ചെയ്യുന്നത് പാർഷ്യൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി. ഈ സ്കീം വഴി വായ്പ എടുക്കുന്ന കർഷകർക്ക് സഹായങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. കൃഷി വായ്പയ്ക്ക് ഗ്യാരണ്ടി സിസ്റ്റങ്ങളൊന്നും തന്നെ നിലവിലില്ല. അപ്പോൾ കേര പദ്ധതിയുടെ ഭാഗമായിട്ട് 100 കോടി രൂപ നിക്ഷേപിച്ചുകൊണ്ട് ഒരു പാർഷ്യൽ ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം നമ്മൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. നബാർഡിൻ്റെ സബ്സിഡറി ആയിട്ടുള്ള നാബ് സംരക്ഷൺ വഴിയാണ് ഈ പദ്ധതി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എഗ്രിമെൻറ്റും മറ്റു കാര്യങ്ങളും ആയിക്കൊണ്ടിരിക്കുന്നു. ഈ പദ്ധതി നടപ്പിലായി കഴിഞ്ഞാൽ ഈ 100 കോടി രൂപ കർഷകരുടെ ക്ഷേമ ആവശ്യത്തിന് വേണ്ടി നമ്മളൊരു ട്രസ്റ്റ് ഫണ്ടായിട്ട് രൂപീകരിക്കുകയും ഈ ട്രസ്റ്റ് ഫണ്ടിൻ്റെ സഹായത്തോടു കൂടി ജാമ്യമില്ലാതെ കർഷകർക്ക് വായ്പ ലഭ്യമാവുകയും ഇനി എന്തെങ്കിലും കാരണവശാൽ കർഷകർക്ക് ഈ വായ്പ തിരിച്ചടക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ബാങ്കിനുണ്ടാകുന്ന നഷ്ടങ്ങൾ ഈ ട്രസ്റ്റ് ഫണ്ട് വഴി നമുക്ക് നികത്താനും കഴിയും. കർഷകന് ഭാവിയിൽ ഈ വായ്പാ പദ്ധതികൾ റീഷെഡ്യൂൾ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് വായ്പ പുനർക്രമീകരിക്കാൻ കഴിയും. ഈ രീതിയിലുള്ള സഹായങ്ങൾ ബാങ്കിന് നൽകിക്കൊണ്ട് കൂടുതൽ കർഷകർക്ക് വായ്പാ സഹായങ്ങൾ റീപ്ലാന്റേഷന് വേണ്ടിയിട്ടാണെങ്കിലും ഇറിഗേഷൻ ഫെസിലിറ്റീസിന് വേണ്ടിയിട്ടാണെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടി കഴിയും. ഇനി നമ്മൾ ഇതിൽ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള മറ്റൊരു വിളയാണ് ഏലം. ഏലം പുനരുജ്ജീവനം നമ്മൾ നടപ്പിലാക്കുന്നത് ഇടുക്കി ജില്ലയിലാണ്. 3500 ഹെക്ടറാണ് നമുക്ക് ഇതിൽ ടാർഗറ്റായിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ പുനർനടിയിൽ ഏലത്തിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ നമുക്ക് നല്ല ഒരു മാർക്കറ്റുള്ള ഒരു സമയമാണ്. ഏലത്തിന് നല്ല രീതിയിൽ മാർക്കറ്റുണ്ട്, നല്ല രീതിയിൽ കർഷകർ കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ വരുമാനം ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് മിനിമം 25 സെൻറ്റ് മുതൽ 2 ഹെക്ടർ വരെ കൃഷി ചെയ്യുന്ന കർഷകന് നമുക്ക് ഗ്രാൻഡ് കൊടുക്കാൻ കഴിയും. 8 ഹെക്ടർ വരെയുള്ള കർഷകർക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. 2 ഹെക്ടർ വരെയാണ് പരമാവധി നമ്മൾ ഗ്രാൻഡ് ലിമിറ്റ് ചെയ്തിരിക്കുക. 1 ലക്ഷം രൂപയാണ് നമ്മൾ പുനർനടിയിലിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻറ്റുകൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അത് ആദ്യത്തെ വർഷം 50,000 രൂപയും രണ്ടാമത്തെ വർഷം 50,000 രൂപയും ആയിട്ടായിരിക്കും കൊടുക്കുക. ആദ്യ വർഷം വെച്ചിട്ടുള്ള തൈകളെല്ലാം തന്നെ കർഷകർ കൃത്യമായിട്ട് നല്ല കൃഷി രീതികൾ പരിപാലിച്ചുകൊണ്ട് അത് നിലനിർത്തുന്നു എന്ന് ബോധ്യപ്പെടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ രണ്ടാമത്തെ വർഷം 50,000 രൂപ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുന്നത്. കൃഷി നിലനിന്ന് പോവുക, സുസ്ഥിരമായിട്ടുള്ള കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുക, ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏലത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. കർഷകർക്കുള്ള ട്രെയിനിങ്ങുകളും നിർബന്ധിത ട്രെയിനിങ്ങുകൾ തന്നെയാണ്. അവിടെ നമ്മൾ സ്പൈസസ് ബോർഡിൻ്റെ സഹായത്തോടു കൂടി ഈ ഏലം കൃഷിക്കാർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ ശാസ്ത്രീയമായിട്ടുള്ള കൃഷി രീതികളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഏലത്തിലെ ഒരു പ്രധാന പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ ഈ പെസ്റ്റിസൈഡ്സിൻ്റെ യൂസേജ് വളരെ കൂടുതലാണ്.
അപ്പോൾ ആ യൂസേജ് വളരെയധികം കുറച്ച് കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. അപ്പോൾ എല്ലാ കർഷകർക്കും കൃത്യമായിട്ടും നല്ല കൃഷി രീതികൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് നമ്മുടെ ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് നിർബന്ധിതമായിട്ട് എല്ലാ കർഷകർക്കും ലഭ്യമാക്കുക എന്നുള്ളത് കൂടെ നമ്മുടെ പദ്ധതിയുടെ ഒരു ലക്ഷ്യമാണ്. ഇപ്പോൾ ഉദ്ദേശം 22,000-ഓളം കർഷകർക്ക് നമുക്ക് ഈ ട്രെയിനിങ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം എന്നുള്ള ഒരു കണക്കിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. 7,000-ഓളം കർഷകർക്ക് നമുക്ക് ഗ്രാൻഡ് കൊടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യവും കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട്. ഇവിടെയും നമ്മുടെ നഴ്സറികൾക്ക് വേണ്ടിയിട്ട് ഗ്രാൻഡുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ റബ്ബറിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ കൃത്യമായിട്ട് പ്രത്യേകിച്ചൊരു നഴ്സറി ആയിട്ട് തന്നെ നമുക്ക് കണക്കിലെടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കർഷകരായിരിക്കും അദ്ദേഹത്തിന് ആവശ്യമായിട്ടുള്ള പുനർനടീലിന് വേണ്ടിയിട്ടുള്ള തൈകൾ ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ അങ്ങനെ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകറിന് ഒരു തൈക്ക് 4 രൂപ വെച്ച് നമ്മൾ സബ്സിഡി ആയിട്ട് ഒരു വർഷത്തേക്ക് 2 ഹെക്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള റീപ്ലാന്റേഷന് വേണ്ടി വരുന്ന 2,500 തൈകൾക്ക് വേണ്ടിയിട്ടുള്ള 10,000 രൂപ നമുക്ക് ഗ്രാൻഡ് കൊടുക്കാൻ കഴിയും. SC/ST കർഷകർക്ക് നമുക്കത് 22,500 രൂപ വരെയായിട്ട് നിജപ്പെടുത്തിയിട്ടുണ്ട്. ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് എന്നതിന് വേണ്ടിയിട്ട് സർട്ടിഫിക്കേഷൻ കൊടുക്കുന്ന ഏജൻസികളുണ്ട്. സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നത് ഫാർമർ ഗ്രൂപ്പുകൾക്കായിരിക്കാം, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കൃഷി ചെയ്യുന്ന കർഷകനായിരിക്കാം. അങ്ങനെ കൃഷി ചെയ്ത് സർട്ടിഫിക്കേഷൻ നേടുന്ന ഒരു കർഷകന് നമുക്ക് 4 വർഷത്തേക്ക് ഈ സർട്ടിഫിക്കേഷൻ കോസ്റ്റിൻ്റെ നിശ്ചിത ശതമാനം തുകകൾ റീഇംബേഴ്സ് ചെയ്ത് തിരികെ കൊടുക്കും. അതായത് നിലവിലുള്ള കണക്കനുസരിച്ച് 2.25 ലക്ഷം രൂപയാണ് ഗുഡ് അഗ്രികൾച്ചറൽ പ്രാക്ടീസസിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കേഷനായിട്ട് ചിലവ് വരിക. ആദ്യത്തെ 2 വർഷങ്ങളിലും നമ്മൾ ഈ സർട്ടിഫിക്കേഷൻ നേടുന്ന കർഷകനോ അല്ലെങ്കിൽ കർഷക ഗ്രൂപ്പുകൾക്കോ മുഴുവൻ തുകയും തിരികെ കൊടുക്കും. 3-ാമത്തെ വർഷം 50% തുകയും 4-ാമത്തെ വർഷം 25% തുകയുമായിരിക്കും തിരികെ ലഭ്യമാകുക. അങ്ങനെ ഇടുക്കി ജില്ലയിൽ നമ്മൾ 7,000-ഓളം കർഷകരെ ഇതിൻ്റെ പരിധിയിൽ കൊണ്ടുവന്നുകൊണ്ട് കേരയുടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്നതിനാണ് ശ്രമിക്കുക. അടുത്തതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന വിളയാണ് കാപ്പി. കാപ്പിയെക്കുറിച്ച് പറയുമ്പോൾ വയനാട് ജില്ലയാണ് നമുക്ക് ഓർമ്മ വരിക. വയനാട് തന്നെയാണ് നമ്മുടെ 80% കൃഷിയും നിലവിലുള്ളത്. ഇന്ത്യയിൽ 2-ാം സ്ഥാനമാണ് കാപ്പി കൃഷിയിൽ കേരളത്തിനുള്ളത്. അതിൽ പ്രത്യേകിച്ചും വയനാട് നിന്നുള്ള കാപ്പി എന്ന് പറയുമ്പോൾ റോബസ്റ്റ കാപ്പിയാണ്. അപ്പോൾ റോബസ്റ്റ കാപ്പി തന്നെയാണ് കേരയിലും നമ്മൾ മുൻഗണന കൊടുത്തുകൊണ്ട് ചെയ്യുന്നത്. പ്രത്യേകിച്ചും വയനാട് GI ഇൻഡിക്കേഷൻ കിട്ടിയിട്ടുള്ളത് റോബസ്റ്റ കാപ്പിക്കാണ്. നിലവിൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ റോബസ്റ്റ കാപ്പിയുടെ ഡിമാൻഡ് കൂടി വരികയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വരുന്ന വർഷങ്ങളിൽ റോബസ്റ്റ കാപ്പിയുടെ ഡിമാൻഡുകൾ അല്ലെങ്കിൽ മാർക്കറ്റ് കൂടുതൽ വരുമാനം ലഭ്യമാക്കാൻ കർഷകർക്ക് സഹായകരമായിരിക്കും. കാപ്പിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 80 വർഷത്തോളം ഈ കാപ്പി ചെടിക്ക് റോബസ്റ്റ കാപ്പിക്ക് ആയുസ്സുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കിട്ടുന്ന വരുമാനം കൊണ്ട് തൃപ്തിപ്പെടുന്ന കർഷകരാണ് വയനാട്ടിൽ കൂടുതലുള്ളത്. അതിൽ നിന്നൊരു മാറ്റം, മിനിമം 25 സെൻറ്റ് എങ്കിലും റീപ്ലാന്റേഷൻ ചെയ്തു കഴിഞ്ഞാൽ 10 ഹെക്ടർ വരെയുള്ള കർഷകർക്ക് അപേക്ഷിക്കാം. നമ്മുടെ പരമാവധി ഗ്രാൻഡ് കൊടുക്കുന്നത് 2 ഹെക്ടർ വരെയാണ്. അപ്പോൾ 1,10,000 രൂപയാണ് നമ്മൾ പുനർനടീലിന് വേണ്ടിയിട്ടുള്ള ഗ്രാൻഡുകൾ ലഭ്യമാക്കുന്നത്. അത് ആദ്യത്തെ വർഷം 77,000 രൂപയും 2-ാമത്തെ വർഷം 33,000 രൂപയുമായിട്ട് 1,10,000 രൂപ ആകെ ഗ്രാൻഡ് ലഭിക്കും. അപ്പോൾ ചുരുങ്ങിയ കുറച്ച് സ്ഥലത്തെങ്കിലും റീപ്ലാന്റേഷൻ ചെയ്തുകൊണ്ട് കാപ്പിയുടെ കൂടുതൽ വിളവ് കർഷകർക്ക് ലഭ്യമായി കഴിയുമ്പോൾ അവർ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് കാപ്പി കൃഷി ചെയ്യാൻ വേണ്ടി മുന്നോട്ട് വരും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. ഈ വർഷം മുതൽ നമ്മൾ കാപ്പിയുടെ എല്ലാ സ്കീമുകളും നടപ്പിലാക്കി തുടങ്ങുന്നുണ്ട്. അതോടൊപ്പം തന്നെ റീപ്ലാന്റേഷൻ അല്ലാതെ തന്നെ പുതിയ ഏരിയയിലേക്ക് കാപ്പി കൃഷി വ്യാപിപ്പിക്കുന്നവർക്കും നമ്മുടെ ഇതേ ആനുകൂല്യം തന്നെ ലഭ്യമാകും. ഇത് കൂടാതെ കാപ്പിയുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കാപ്പിച്ചെടി പൂക്കുന്ന സമയത്ത് കൃത്യമായിട്ടും നമുക്ക് മഴ ലഭ്യമാകണം, എങ്കിലേ അതിൽ പരാഗണം നടന്ന് വളരെയധികം ഉൽപ്പാദനം നമുക്ക് ലഭ്യമാകുകയുള്ളൂ. ആ സമയത്ത് മഴ ലഭ്യമാകാതിരിക്കുന്നത് കാപ്പി കർഷകർക്ക് വലിയൊരു തിരിച്ചടിയാണ്. അതുകൊണ്ട് തന്നെ ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ അല്ലെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ ഇങ്ങനെയുള്ള പുതിയ ഫോഗ്, മിസ്റ്റ് സംവിധാനങ്ങളെല്ലാം തന്നെ നടപ്പിലാക്കുന്ന കർഷകർക്ക് അതിനും ഗ്രാൻഡ് കൊടുത്തുകൊണ്ട് കാപ്പിയിൽ ഏറ്റവും കൂടുതൽ മെച്ചപ്പെട്ടിട്ടുള്ള വിളവ് ലഭ്യമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. 1,458 ഹെക്ടറിലെങ്കിലും നമുക്ക് ഇറിഗേഷൻ്റെ ഫെസിലിറ്റീസ് നടപ്പിലാക്കിക്കൊണ്ട് നമുക്കതിന് ഒരു ഹെക്ടറിന് 50,000 രൂപയാണ് നമ്മൾ ഗ്രാൻഡായിട്ട് വെച്ചിട്ടുള്ളത്. ജലസേചന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്റ്റോറേജ് ടാങ്ക് ഫെസിലിറ്റി അല്ലെങ്കിൽ കുളങ്ങൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനും അതോടൊപ്പം തന്നെ സ്പ്രിംഗ്ലർ ഇറിഗേഷൻസ് നടപ്പിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാൻഡ് ലഭ്യമാക്കിയിരിക്കുന്നത്. ഇനി കാപ്പിക്ക് ആവശ്യമായിട്ടുള്ള ഗുണമേന്മയുള്ള വിത്തുകൾ ലഭ്യമാക്കുന്നതിനും അതോടൊപ്പം തന്നെ തൈകൾ ലഭ്യമാക്കുന്നതിനും വേണ്ടിയിട്ട് നഴ്സറികൾക്ക് റബ്ബറിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, അതായത് അവരുടെ ഓഫീസ് സമുച്ചയം അല്ലെന്നുണ്ടെങ്കിൽ മാർക്കറ്റിംഗ് ഫെസിലിറ്റീസ്, പോളി ഹൗസ്, ഇറിഗേഷൻ ഫെസിലിറ്റീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതിന് നഴ്സറികൾ ചെയ്യുന്ന കർഷകർക്ക് ആനുകൂല്യങ്ങൾ ലഭ്യമാക്കിക്കൊണ്ട് ഒരു നഴ്സറിക്ക് 6 ലക്ഷം രൂപ വരെ പരമാവധി ആനുകൂല്യം ലഭ്യമാകത്തക്ക രീതിയിലാണ് നമ്മൾ ഗ്രാൻഡുകൾ ലഭ്യമാക്കുക. അപ്പോൾ ആ ഒരു ആനുകൂല്യം അധികമായിട്ട് ലഭിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോഫിയിൽ
പ്രധാനമായിട്ടുള്ളത് ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് ഉണ്ടെങ്കിൽ കർഷകർക്ക് കൂടുതൽ മെച്ചപ്പെട്ട വില ലഭ്യമാകും. അപ്പോൾ അതുകൊണ്ട് തന്നെ കാപ്പിയിലെ ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ GI സർട്ടിഫിക്കേഷൻസ് ലഭ്യമാക്കുന്നതിന് വേണ്ടി നമുക്ക് പരമാവധി 2 ലക്ഷം രൂപ വരെ ഒരാൾക്ക് ഗ്രാൻഡ് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഈ ഗ്രാൻഡുകളും കൂടെ ലഭ്യമാക്കിക്കൊണ്ട് കാപ്പിയിൽ പ്രധാനമായിട്ടും 4 സ്കീമുകൾ നമ്മൾ നടപ്പിലാക്കുന്നുണ്ട്. ഒന്ന് പുനർനടിയിൽ, അതോടൊപ്പം തന്നെ ഏരിയ എക്സ്പാൻഷൻ ഉള്ളവർക്കും അതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടുന്നു. ജലസേചന സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നു. നഴ്സറികൾക്ക് ആവശ്യമായിട്ടുള്ള ഗ്രാൻഡുകൾ ലഭ്യമാക്കുന്നു. അതോടൊപ്പം തന്നെ ഇതിലും കോഫി ബോർഡിൻ്റെ സഹായത്തോടു കൂടി കർഷകർക്ക് ആവശ്യമായിട്ടുള്ള ശാസ്ത്രീയ പരിശീലന മുറകൾ, നല്ല അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് നടപ്പിലാക്കിക്കൊണ്ട് അത് കൃത്യമായിട്ട് കർഷകർക്ക് എത്തിച്ചുകൊണ്ട് കേരളയിലെ എല്ലാ ലക്ഷ്യങ്ങളും പൂർത്തീകരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ റബ്ബർ, കാപ്പി, ഏലം എന്നീ പദ്ധതികളിൽ നമ്മുടെ കേരളത്തിൻ്റെ തോട്ടം മേഖലയിൽ ആദ്യമായിട്ട് അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെൻറ്റ് സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്ന് മാറിക്കൊണ്ട് കേരള ഗവൺമെൻറ് കൂടെ മുൻകൈ എടുത്തുകൊണ്ട് നമ്മുടെ തോട്ടം മേഖലയ്ക്ക് പുതിയൊരു പുനരുജ്ജീവനം നടപ്പിലാക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടി കേരളയിൽ പ്രവർത്തിക്കുന്നുണ്ട്. എല്ലാ കർഷകരെയും ഈ പദ്ധതിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവരും നമ്മുടെ കേരളയിൽ നിന്ന് ലഭ്യമാക്കുന്ന ആനുകൂല്യങ്ങളും പറ്റിക്കൊണ്ട് നമ്മുടെ കേരളത്തെ പുതിയൊരു പുനരുജ്ജീവനം പാതയിലേക്ക് എത്തിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.